പ്ലസ് ടു ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കുട്ടികൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണ്? അതിൽ ഫസ്റ്റ് കാര്യം, ആദ്യത്തെ ചാപ്റ്റേഴ്സൊക്കെ ഫെയർലി സിമ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിലും പൊതുവേ ട്യൂഷനും അങ്ങനെ ക്ലാസ്സിലൊക്കെ അതിങ്ങനെ മെല്ലെ മെല്ലെ എടുക്കും. കാരണം എല്ലാവർക്കും മനസ്സിലാവണല്ലോ. ടഫായിട്ട് വരാൻ പോകുന്നത് AC എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, 7ാമത്തെ ചാപ്റ്റർ. പിന്നെ റേ ഓപ്റ്റിക്സ് വലിയ ചാപ്റ്ററാണ്, ഒന്നും തീരൂല. വേവ് ഓപ്റ്റിക്സ് അതിലും ടഫായിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഈ മെല്ലെ മെല്ലെ തുടങ്ങുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആ സമയത്തുമ്പോഴത്തേക്കും റഷ് ആക്കേണ്ടി വരും. ഒന്നാമത് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക, മാത്രമല്ല പെട്ടെന്ന് തീർക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പല കുട്ടികളും എനിക്ക് ഡെറിവേഷൻ മനസ്സിലാവുന്നില്ല, ന്യൂമറിക്കൽ മനസ്സിലാവുന്നില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിലിപ്പോൾ കൂടുതലും മനസ്സിലാക്കാനൊന്നുമില്ല. പിന്നെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ ഒരു ബേസിക് കോൺസെപ്റ്റ് ഉണ്ടാവും, അത് മനസ്സിലാക്കുക. അതിനുശേഷം ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ പ്രാക്ടീസാണ്, മാത്സ് പോലെ തന്നെയാണ്. ഒരു ബേസിക്സ് ആണ് മനസ്സിലാക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ എഴുതി പഠിക്കുക. അപ്പോൾ ഒരു ഡെറിവേഷൻ ചെയ്യാൻ വേണ്ടി ചില കുട്ടികൾ 5 പ്രാവശ്യം എഴുതിയാൽ അവർക്ക് മനസ്സിലാവും. ചിലവർക്ക് 5 പ്രാവശ്യം മതിയാവില്ല, 10 വേണ്ടി വരും. ചിലവർക്ക് 20 വേണ്ടി വരും. അത് എത്രയാണോ നിങ്ങൾക്ക് റിക്വയർ ചെയ്യുന്ന അത്ര നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഫ്രെയിം വർക്ക് മെൻറ്റാലിറ്റി കുട്ടികൾ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ.